ശക്തമായി പ്രതികരിച്ചു. 1987 സെപ്റ്റംബറിൽ ചേർന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് യോഗം സമസ്തയിലെ പ്രശ്നം ഗൌരവപൂർവ്വം ചർച്ച ചെയ്തു. മസ്ലഹത്ത് ശ്രമങ്ങൾ പലതും നടന്നു. എല്ലാ ശ്രമങ്ങൾക്കും കാന്തപുരം തുരങ്കം വെച്ചു. സമുദായ സംഘശക്തിയിൽ വിള്ളൽ വീഴാതിരിക്കാൻ സാത്വികരായ പണ്ഡിതന്മാർ ഒരു ഭാഗത്ത് കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കെ ഏകപക്ഷീയമായി കാന്തപുരം SYS സമ്മേളനം എറണാകുളത്ത് പ്രഖ്യാപിച്ചു. ഇതോടെ കേരളത്തിലെ മഹാഭൂരിപക്ഷം സുന്നി പ്രവർത്തകർ സടകുടഞ്ഞെഴുന്നേറ്റു. കാന്തപുരം കക്ഷികൾ അങ്കലാപ്പിലായി. സമ്മേളന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ സമസ്ത മുശാവറ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിൽ അവസാനവട്ട മസ്ലഹത്തിനും കാന്തപുരം പാരവെച്ചതോടെ മുശാവറയിൽ നിന്ന് കാന്തപുരവും ഉള്ളാൾ തങ്ങളും ഉൾപ്പെടെയുള്ള 6 പേരെ സമസ്ത പുറത്താക്കി. 1989 സമസ്ത കേരള ജംഇയ്യത്തുലമയിൽ നിന്നും 6 പേരെ അച്ചടക്ക നടപടിക്ക് വിധേയമായി പുറത്താക്കി. കണ്ണിയത്ത് ഉസ്താദ് 1926 മുതൽ മുശാവറ മെമ്പറാണ്. 89 കണ്ണിയത്ത് ഉസ്താദിന് 63 വർഷത്തെ പാരമ്പര്യമുണ്ട് സമസ്തയിൽ. അതിൽ 22 കൊല്ലം പ്രസിഡന്റാണ്. 63 കൊല്ലത്തെ പാരമ്പര്യവും 22 കൊല്ലത്തെ പ്രസിഡന്റ് പദവി വഹിച്ച പാരമ്പര്യവുമുള്ള കണ്ണിയത്ത് ജീവിച്ചിരിക്കെ 89 അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് കണ്ണിയത്ത് സമസ്തയിൽ വന്ന് 30 കൊല്ലം കഴിഞ്ഞിട്ട് മുശാവറിൽ വന്ന ശംസുലമയുടെ 4 കൊല്ലത്തെ ശിഷ്യനായ ഒരാളെ പ്രസിഡന്റാക്കി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ന്യായമോ അന്യായമോ? തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ട യോഗത്തിൽ നിന്ന് സമസ്തയുടെ സമുന്നത നേതാക്കളെ പുറത്തേക്കിറങ്ങാൻ കാന്തപുരവും അദ്ദേഹത്തിന്റെ ആഹ്വാനപ്രകാരം യോഗസ്ഥലത്തെത്തിയ ഗുണ്ടകളും സമ്മതിച്ചില്ല. അവർ നേതാക്കൾക്കെതിരെ പാഞ്ഞെടുത്തു. അറപ്പും വെറുപ്പും ഉളവാക്കുന്ന തെറിവിളികളെ കൊണ്ട് നേതാക്കൾക്കു നേരെ കൊഞ്ഞനം കുത്തി. കണ്ണിയത്ത് ഉസ്താദിനെയും ഷംസുൽ ഉലമയെയും തെരഞ്ഞുപിടിച്ച് തെരുവിലിട്ട് പക തീർക്കാൻ കാന്തപുരത്തിന്റെ അനുയായികൾ തയ്യാറായി. ചരിത്രത്തിലാദ്യമായി സമസ്ത മുശാവറ കഴിഞ്ഞ് നേതാക്കൾ പുറത്തേക്കിറങ്ങാൻ പോലീസിന്റെ സഹായം വേണ്ടിവന്നു. 1989 ഫെബ്രുവരി 18 ചേർന്ന സമസ്ത മുശാവറ യോഗം സമസ്തയുടെ തീരുമാനത്തിനെതിരെ പ്രവർത്തിച്ച 6 പേരെ പുറത്താക്കി. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങൾ, MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ, PK മുഹീദ്ദീൻ മുസ്ലിയാർ, AV മാനുപ്പ മുസ്ലിയാർ, KP ഹംസ മുസ്ലിയാർ എന്നിവരെയാണ് സമസ്ത മുശാവറ അംഗത്വത്തിൽ നിന്നും ഔദ്യോഗിക പദവികളിൽ നിന്നും പുറത്താക്കിയത്. സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ പിന്നെയും കലിയടക്കിയില്ല. അവർ സമാന്തര സംഘടനയുണ്ടാക്കി പകവീട്ടാൻ രംഗത്തെത്തി. കണ്ണിയത്ത് ഉസ്താദിനെയും ഷംസുൽ ഉലമയെയും 1ഉം 2ഉം പ്രതികളാക്കി കോടതി കയറ്റാൻ ധാർഷ്ട്യം കാട്ടി. സ്വന്തം ഗുരുനാഥന്മാരെ ധിക്കരിക്കുക മാത്രമല്ല, അവരുടെ നിർമ്മല ഹൃദയങ്ങളെ നൊമ്പരപ്പെടുത്താനാണ് 6 അംഗ സംഘം ശ്രമം തുടർന്നത്. സഹികെട്ട കണ്ണിയത്ത് ഉസ്താദിന് ഒടുവിൽ പ്രാർത്ഥന എന്ന വജ്രായുധത്തെ അവർക്കെതിരെ പ്രയോഗിക്കേണ്ടി വന്നു. സമസ്തയ്ക്കെതിരെ കേസ് കൊടുത്തവർക്ക് ആരും ഒത്താശ ചെയ്തു കൊടുക്കരുത്. അവരുടെ യോഗത്തിൽ പങ്കെടുക്കരുത്. സമസ്തയ്ക്കെതിരെ കേസ് കൊടുത്തവരെ അള്ളാഹു മുഖം കെടുത്തട്ടെ. അവരെയും അവരുടെ അഹലുകാരെയും അള്ളാഹു ഖൈറിലാക്കാതിരിക്കട്ടെ. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ സംശുദ്ധ ജീവിതത്തിലൂടെ സൂഫിസിയായി കഴിഞ്ഞ കണ്ണിയത്ത് ഉസ്താദ് ഒലിക്കുന്ന കണ്ണുകളോടെയും പിടയ്ക്കുന്ന ഹൃദയത്തോടെയും അള്ളാഹുവിനോട് തേടിയ പേട്ടത്തിന്റെ പ്രകമ്പനങ്ങൾ ആകാശഭൂമികളെ വിറപ്പിച്ചു. കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന അക്ഷരാർത്ഥത്തിൽ കുറിച്ചുകൊണ്ടു. കാലചക്രത്തിന്റെ കറക്കത്തിനിടയിൽ ഇടവേളകളില്ലാതെ കാന്തപുരവും കൂട്ടരും മുഖം കെട്ടുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്കറിയാം, കുവൈറ്റ് കരാർ ഒപ്പിട്ടു. സമസ്തക്ക് അനുകൂലമായിരുന്നില്ല കരാർ. രണ്ടാമതായി വർഷത്തിന്റെ പ്രവർത്തനം കാദിമാരെ നിയമിച്ചു. കാദിമാരെ ആവശ്യമുണ്ടായിരുന്നില്ല ആ സമൂഹത്തിന്. ജില്ലയിൽ ഇന്നലെ കാദി, നേരത്തെ കാദിമാർ ഇവിടെ ഉണ്ട്. ഷിയാബുദ്ദീൻ കാദിയായിരുന്നല്ലോ. സെയ്ദ് ഷിയാബുദ്ദീൻ ബിച്ചിക്കാട്ടുകൾ കോഴിക്കോട് കാദിയായിരുന്നല്ലോ. അവർ മാസം ഉറപ്പിച്ചിരുന്നല്ലോ. അവരെ മറികടന്ന് മാസം ഉറപ്പിച്ച് സമൂഹത്തിന് പ്രശ്നമുണ്ടാക്കി, പെരുന്നാൾ ദണ്ടാക്കി. നമ്മൾ കണ്ടതാണ്, നമ്മൾ കേട്ടതാണ്. റസ്മുൽ ഇസ്മാനി പ്രശ്നമുണ്ടാക്കി, മുസൈബ് ചുട്ടുകരിക്കണമെന്ന് പറഞ്ഞു. തൊലാഖി വിവാദം ഉണ്ടാക്കി, പണ്ഡിതന്മാരുടെ വില കുറക്കാൻ ശ്രമിച്ചു. അവസാനം പരിശുദ്ധ പ്രവാചകന്റെ തിരുകേശത്തിന്റെ വ്യാജ പതിപ്പിറക്കി കച്ചവടം ചെയ്യാൻ ശ്രമിച്ചതും കാന്തകൂടാരത്തിലെ കുരുത്തക്കേട് കഥകളിലെ മകുടോദാഹരണങ്ങളാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന കാലാതിവർത്തിയല്ല. അതുകൊണ്ടുതന്നെ കാന്തപുരത്തിന്റെ കുരുത്തക്കേടിനും അറ്റമുണ്ടാവുകയില്ല. അതാണ് നാട്ടിക വി മൂസ മൗലവി മുമ്പ് പ്രവചിച്ചത്. കുരുത്തക്കേടിന്റെ അറ്റം കബീറ, വിമതന്റെ പതനം ഖരീബ. സമസ്തയെ നെടുകെ പിളർത്താമെന്ന വ്യാമോഹത്തോടെയാണ് സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായിരുന്ന SSFനെ കാന്തപുരം സമസ്തയുടെ സമുന്നത നേതാക്കൾക്കെതിരെ കലഹത്തിന് വിട്ടത്. സമസ്തയുടെ പണ്ഡിതന്മാരുടെ ആദർശ കരുത്തളക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട വിദ്യാർത്ഥി നേതാക്കളെ പിടിച്ചുകെട്ടാൻ ആക്ഷൻ കൌൺസിൽ പ്രവർത്തകർ മുന്നോട്ട് വന്നു.
SSF നേതൃത്വത്തിന്റെ നെറികേടുകളെ ചോദ്യം ചെയ്ത് ആക്ഷൻ കൌൺസിൽ പുറത്തുവിട്ട കുറ്റാരോപണങ്ങൾക്ക് മറുപടി പറയാനാവാതെ SSF വിയർത്തു. പിന്നീട് സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കാന്തപുരത്തിന്റെ വാലിൽ തൂങ്ങാനായിരുന്നു SSFന്റെ ദുര്യോഗം. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ആശീർവാദത്തോടെ കേരളം കാത്തിരുന്ന ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനം ഉദയം ചെയ്തു. SKSSF. 1989 ഫെബ്രുവരി 19 കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂളിൽ രൂപീകൃതമായ സംഘടന വിജ്ഞാനം, വിനയം, സേവനം എന്ന മുദ്രാവാക്യമുയർത്തി സുന്നി വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കാലെടുത്തു വെച്ചു. അഹ്ലുസുന്നയുടെ ആശയാദർശ പ്രചാരണ രംഗത്ത് കരുത്തുറ്റ പ്രസ്ഥാനമായി ഇന്ന് SKSSF വളർന്നു പന്തലിച്ചു. സമസ്തയുടെ ലക്ഷ്യസാക്ഷാത്കാരത്തിന് അച്ചടക്കത്തോടെ പ്രയത്നിച്ചും ഇഷ്ടാനിഷ്ടങ്ങൾ വകവയ്ക്കാതെ ഇടപെടേണ്ടിടത്ത് സധൈര്യം ഇടപെട്ടും മുഖ്യധാരയിൽ മുൻനിരയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഇടം നേടിയ വിദ്യാർത്ഥി പടയണിയാണ് SKSSF. മത ഭൌതിക വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന SKSSFന് കീഴിൽ നിരവധി സബ് കമ്മിറ്റികളും കർമ്മരംഗത്തുണ്ട്. ഇക്കഴിഞ്ഞ ഹജ്ജ് സമയത്ത് തീർത്ഥാടകർക്ക് വലിയ അപകടം പറ്റിയപ്പോൾ, അവിടുത്തെ അപകടത്തിൽ ധാരാളം ആളുകൾ മരണപ്പെട്ടപ്പോൾ ബിക്കായുടെ വളണ്ടിയർമാരാണ് അവിടെ ഒരുമിച്ച് കൂടിയ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് വേണ്ടി വന്ന ആളുകളെ പരിചരിക്കാനും അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും ആശുപത്രിയിൽ വെച്ചുകൊണ്ട് അവരെ പരിചരിക്കാനും അങ്ങനെ വലിയൊരു സേവന പ്രവർത്തനത്തിൽ കേരളത്തിലെ വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ബിക്കായുടെ വ്യത്യസ്തമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങളോടൊപ്പം അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു വെക്കുന്ന രീതിയിൽ ഇക്കഴിഞ്ഞ ഹജ്ജ് വേളയിൽ ബിക്കായുടെ സേവനം ചരിത്രത്തിൽ സംഘടനയുടെ സേവന പ്രവർത്തന മേഖലയിലെ ഒരു പൊൻതൂവലായി അടയാളപ്പെടുത്താൻ സാധിക്കും. പുതിയ യുവതലമുറക്കിടയിൽ പുതിയ യുവപണ്ഡിതന്മാരെ വാർത്തെടുത്തുകൊണ്ട് അവരെ കൊണ്ട് സമസ്ത കേരള ജമിയത്തുലമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആദർശ പോരാട്ട മേഖലയിലൊക്കെ വലിയ പങ്കാളിത്തം വഹിക്കാൻ സാധ്യമാകുന്ന തലത്തിലേക്ക് വലിയൊരു പണ്ഡിത നിരയെ വാർത്തെടുക്കാൻ സംഘടനക്ക് ആ മേഖലയിൽ സാധിച്ചു. ഇസ്തിഖാമ എന്ന് പറയുന്ന ഒരു വേദി തന്നെ രൂപീകരിച്ചുകൊണ്ട് ആ ഒരു മൂവ്മെന്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പ്രബോധന മേഖലയിൽ ഇസ്ലാമിക പ്രബോധനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഇന്നത്തെ കാലത്ത് പരിചയപ്പെടുത്താവുന്ന ഭാഷയിൽ വളരെ യുക്തിപൂർവ്വം പരിചയപ്പെടുത്തുന്ന സംഘടനാ സംവിധാനമാണ് ഇബാദിലൂടെ സംഘടന ആവിഷ്കരിച്ചിട്ടുള്ളത്. സംഘടനയുടെ വളരെ പ്രധാനപ്പെട്ട അജണ്ടയാണ് വിദ്യാഭ്യാസ പ്രവർത്തനം. അടുത്ത കാലത്ത് മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് കേരളത്തിൽ ഒരു ചർച്ച പോലും ആരംഭിക്കുന്നത്. സാധാരണ ഒരു ഡിഗ്രി PG തലങ്ങളിൽ വരെ പഠിക്കാനും BEd MEd വരെയൊക്കെ എടുത്തുകൊണ്ട് അധ്യാപന മേഖലയിലേക്ക് തിരിയാനും കൂടുതൽ പോയാൽ ഇവിടുത്തെ ചില സർക്കാർ സർവീസുകളിൽ ജോലി ലഭ്യമാകാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു എയിമോടുകൂടി മാത്രം വിദ്യാഭ്യാസ മേഖലയിലേക്ക് കണ്ടിരുന്ന നമ്മുടെ കേരളീയ സമൂഹത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് പരിചയപ്പെടുത്താനും IAS IPS തലങ്ങളെക്കുറിച്ചുള്ള അതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഊന്നി പഠിപ്പിച്ചു കൊടുക്കാനുമുള്ള വലിയ ശക്തമായ ഒരു സംരംഭവുമായിട്ടാണ് ഏകദേശം 10 വർഷം മുമ്പ് ട്രെൻഡ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ വിഭാഗം തന്നെ സംഘടന രൂപീകരിക്കുന്നത്. കരുണയുടെ നോട്ടം, കനിവിന്റെ കൈനീട്ടം എന്ന പ്രമേയത്തിൽ ആതുര സേവന രംഗത്ത് കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങളുമായി SKSSFന് കീഴിൽ സേവന രംഗത്തുള്ള വിഭാഗമാണ് സഹചാരി റിലീഫ് സെൽ. അപകടത്തിൽപ്പെടുന്ന ജീവനുകൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകി അടിയന്തരമായി ആശുപത്രികളിൽ എത്തിക്കാനുള്ള നിരവധി ആംബുലൻസുകളുമായി അലേട്ടും ദർസ് അറബി കോളേജ് വിദ്യാർത്ഥികളുടെ സംഘശക്തിയെ സമുദായ നവോത്ഥാനത്തിന് ഉപയോഗപ്പെടുത്തുന്ന ത്വലബ വിങ്ങും SKSSFന്റെ ചരിത്ര പഥങ്ങളിലെ സംഭാവനകളാണ്. KICR-ഉം മനീഷയും സർഗലയവും ഇസയും സ്പീക്കേഴ്സ് ഫോറവും സൈബർ സെല്ലും ക്യാമ്പസ് വിങ്ങും ഓർഗാനെറ്റും ഉൾപ്പെടെ 18 സബ് കമ്മിറ്റികളാണ് SKSSFന് കീഴിൽ കരുത്തോടെ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രരക്ഷയ്ക്ക് സൌഹൃദത്തിന്റെ കരുതൽ തീർത്ത് ജനുവരി 26-ന് റിപ്പബ്ലിക് ദിനത്തിൽ സംഘടിപ്പിക്കുന്ന മനുഷ്യജാലിക സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ വേറിട്ട് നിൽക്കുന്നതാണ്. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റും സത്താർ പന്തല്ലൂർ ജനറൽ സെക്രട്ടറിയും ബഷീർ ഫൈസി ദേശമംഗലം ട്രഷററുമായ കമ്മിറ്റിയാണ് SKSSFന് നേതൃത്വം നൽകുന്നത്. മദ്രസ വിദ്യാർത്ഥികൾക്കായി 1993-ൽ നിലവിൽ വന്ന ബാലസംഘടനയാണ് സുന്നി ബാലവേദി.
പാണക്കാട് സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങളാണ് സംഘടനയുടെ പ്രസിഡന്റ്. വ്യത്യസ്ത മേഖലയിലെ ഉദ്യോഗസ്ഥരെ വിശുദ്ധ ദീനിന്റെ ദഅവത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള മുസ്ലിം എംപ്ലോയീസ് അസോസിയേഷൻ. പള്ളി ദർസുകളിലും അറബിക് കോളേജുകളിലും അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉസ്താദുമാരുടെ കൂട്ടായ്മയാണ് സമസ്ത കേരള ജമിയത്തുൽ മുദരിസീൻ. സത്യസന്ദേശ പ്രചാരണത്തിനായി സമസ്ത പ്രസിദ്ധീകരണ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. 6 എഡിഷനുകളിൽ 6 ലക്ഷം വരിക്കാരുമായി മാധ്യമ കേരളത്തിൽ മുഖ്യസ്ഥാനത്ത് നിൽക്കുന്ന സുപ്രഭാതം ദിനപത്രം മലയാളത്തിന്റെ സുഹൃതമാണ്. സുപ്രഭാതം ദിനപത്രം കാലത്തിന്റെ ഒരാവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ഒരു മത നേതൃത്വം, അതിന്റെ കീഴിലുള്ള ഒരുപാട് നല്ലതായ പ്രവർത്തനങ്ങൾ കേരളത്തിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെയും ആ ഒരു ആധികാരിക നേതൃത്വത്തിൽ സമസ്ത ഉണ്ടാകുമ്പോൾ അതിന് പറ്റാവുന്ന വിധത്തിൽ സമസ്തയുടെ സന്ദേശങ്ങൾ, സമസ്തയുടെ തീരുമാനങ്ങൾ, സമസ്തയുടെ നിർദ്ദേശങ്ങൾ, സമസ്തയുടെ നിലപാടുകൾ ഒക്കെ തന്നെ സമൂഹത്തിലെത്തിക്കാനും സമൂഹത്തിൽ അതിമുഖേന ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇവിടെ സൃഷ്ടിക്കാനും ഉപയുക്തമാകുന്ന ഒരു പത്രം സമസ്തയ്ക്ക് തന്നെ വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സമസ്തയുടെ പണ്ഡിതന്മാർ ഇങ്ങനെയുള്ളൊരു ദിനപത്രം തുടങ്ങുന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുത്തത്. SYS മുഖപത്രം സുന്നി അഫ്കാറും SKSSFന്റെ സത്യധാരയും ഗൾഫ് സത്യധാരയും സാഹിത്യലോകത്തിന് മുതൽക്കൂട്ടാണ്. ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന തെളിച്ചവും പറപ്പൂർ സബീലുൽ ഹിദായയിൽ നിന്ന് പുറത്തിറങ്ങുന്ന അന്നഹ്ലയും സമസ്തയുടെ തൂലികാ ശക്തികളാണ്. ജ്ഞാന തപസ്വികളായ നേതൃത്വവും നേരിന്റെ പക്ഷം പിടിച്ചുള്ള നിലപാടുകളുമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജന അംഗീകാരത്തിന് പിന്നിലെ കാതലായ കാര്യം. യമനിലെ ഹളർമൌത്തിൽ നിന്ന് കേരള തീരമണിഞ്ഞ സയ്യിദ് കുടുംബത്തിലെ സയ്യിദ് വരക്കൽ ബാ അലവി മുല്ലക്കോയ തങ്ങളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സംസ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. മുസ്ലിം കേരളത്തിന്റെ അനിഷേധ്യ അമരക്കാരൻ ഖായിബുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫി തങ്ങളും ആദർശ കൈരളിയുടെ ആത്മീയാചാര്യൻ പാണക്കാട് PMSA പൂക്കോയ തങ്ങളും പാണ്ഡിത്യത്തിന്റെ നിറകുടമായിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുമാണ് ഈ സംഘശക്തിക്ക് നേതൃത്വം നൽകിയത്. നിഷ്കാമ കർമ്മിയും നിസ്തുല്യ നായകനുമായിരുന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും പണ്ഡിത തറവാട്ടിലെ സൂര്യ തേജസ് ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരും സുന്നത്ത് ജമാഅത്തിന്റെ പടവാളെന്ന് കാലം വിശേഷിപ്പിച്ച പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരും കോട്ടുമല അബൂബക്കർ മുസ്ലിയാരും സൂഫി ലോകത്തെ ചക്രവർത്തി ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുമാണ് സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന് ഊർജ്ജം നൽകിയത്. കൂറ്റനാട് KV മുഹമ്മദ് മുസ്ലിയാരും KK അബൂബക്കർ ഹസ്രത്തും വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരും പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും CH ഹൈബ്രോസ് മുസ്ലിയാരും MM ബഷീർ മുസ്ലിയാരും സമസ്തയുടെ പ്രബോധന വീഥികളെ ധന്യമാക്കിയ മഹാരഥന്മാരാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുമാണ് സമസ്തയ്ക്ക് വഴികാട്ടികളായി മുന്നിൽ നയിച്ചത്. നാട്ടിക വി മൂസ മൗലവിയുടെ ചാട്ടുളി പോലുള്ള വാക്കുകളും KT മാനു മുസ്ലിയാരുടെ ഭൈഷണിക മികവും കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരുടെ ആത്മീയ വെളിച്ചവും പാറന്നൂർ PP ഇബ്രാഹിം മുസ്ലിയാരുടെ ജീവിത വിശുദ്ധിയുമാണ് സമസ്തയുടെ കൈമുതൽ. തന്റെ അന്ത്യവിശ്രമത്തിനൊരുക്കിയ ഖബറിലേക്ക് നോക്കിയിരുന്ന് ഖുർആൻ ഖത്തം തീർക്കുന്ന സാത്വിക വര്യർ ഷെയ്ഖുന ആനക്കര C കോയക്കുട്ടി മുസ്ലിയാരും അറിവിന്റെ മഹാപ്രപഞ്ചത്തിലെ അതുല്യ പ്രതിഭ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദും മുസ്ലിം കൈരളിയുടെ ആത്മീയ അമരക്കാരൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും നയിക്കുന്ന സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന്റെ തണലിൽ കേരളത്തിലെ മുസ്ലിം ബഹുജന സമൂഹം സുസജ്ജമാണെന്ന പ്രഖ്യാപനമായിരുന്നു കൂരിയാട്ട് നടന്ന സമസ്തയുടെ 85ാം വാർഷിക മഹാസമ്മേളനം. ഇന്ന് 90 വർഷത്തിന്റെ തെളിച്ചത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന സമസ്തയുടെ ആദർശാരവങ്ങൾക്ക് കാതോർക്കുകയാണ് മുസ്ലിം കേരളം. നാടും നഗരവും മുഴങ്ങിയ സന്ദേശത്തിലേക്ക് ലക്ഷങ്ങൾ ഒഴുകിയെത്തുകയാണ്. പാരമ്പര്യത്തിന്റെ ധ്വജവാഹകരായി അധിനിവേശത്തിന് നേരെ അടങ്ങാത്ത ആത്മരോഷവുമായി ആദർശ വൈകൃതങ്ങൾക്ക് നേരെ ആവേശം ചോരാത്ത പ്രചാരണങ്ങളുമായി സുന്നി ശബ്ദം അലയടിച്ച ദിഗന്ധങ്ങൾ
മറ്റൊരു ചരിത്ര മഹാസംഗമത്തിന് സാക്ഷിയാവുകയാണ്. അല്ലാഹു 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 അല്ലാഹു